ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് സിനോണിംസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരുന്ന പ്രിലിംസിനും അതുപോലെ തന്നെ ഡിഗ്രി എക്സാംസിനും ചോദിക്കാൻ ചാൻസ് ഉള്ള സിനോണിംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറേ സിനോണിംസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറച്ച് സിനോണിംസും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ നോക്കാം. റെസ്റ്റീവ്. റെസ്റ്റീവിൻ്റെ സിനോണിം എന്ന് പറഞ്ഞാൽ അൺഈസി. എന്താ അൺഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വിഷമമുള്ള അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടുള്ള, അതിനൊക്കെയാണ് നമ്മൾ അൺഈസി എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റീവിൻ്റെ സിനോണിം എന്താണ്? അൺഈസി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്യുന്നത്? റെസ്റ്റീവ് എന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുക്കാൻ, നമ്മൾ ഈ റെസ്റ്റൊക്കെ എടുക്കില്ലേ, നമുക്ക് എപ്പോഴും ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അതായത് റെസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈസി, അത്ര ഈസി അല്ല റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ റെസ്റ്റീവിൻ്റെ സിനോണിം എന്താണ്? അൺഈസി. അടുത്ത് നോക്കാം ഹോട്ടി. ഹോട്ടിയുടെ സിനോണിം എന്ന് പറയുന്നത് അരഗൻ്റ് ആണ്. ഓക്കെ, ഹോട്ടി, അരഗൻറ്റ്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഹോട്ടി എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് എന്താ? HAUGHTY ആണ് കേട്ടോ. ഹോട്ടി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് HOTY എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക കണക്ഷൻ എടുക്കാം. അതായത് ഹോട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുക, ഭയങ്കര ഹോട്ടായിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് തന്നെയല്ല നമ്മുടെ അരഗൻറ്റിൻ്റെ മീനിങ് വരുന്നത് ധിക്കാരമുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട, ഗർവമുള്ള ആ ഒരു മീനിങ് ആണ് അരഗൻറ്റിൻ്റെ. അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഹോട്ടിയുടെ സിനോണിം എന്താണ്? അരഗൻറ്റ്. അടുത്ത സിനോണിം നോക്കാം. കണ്ടോൺ. കണ്ടോണിൻ്റെ സിനോണിം എന്താണ്? എക്സ്ക്യൂസ് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാലോ, നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ കൂടുന്ന സമയത്ത് എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയാറില്ലേ. കുറേ ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോൾ എക്സ്ക്യൂസ് മീ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കണ്ടോൺ, അതായത് കാണുമ്പോൾ, കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക? എക്സ്ക്യൂസ് മീ എന്ന് പറയും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. അടുത്ത് നോക്കാം ഫ്രോഡുലൻസ്. ഫ്രോഡുലൻസിൻ്റെ സിനോണിം എന്താ? കറപ്ഷൻ ആണ് കേട്ടോ. ഫ്രോഡുലൻസിൻ്റെ സിനോണിം എന്താണ്? കറപ്ഷൻ. അപ്പോൾ നമുക്കറിയാലോ, കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതി പ്രയോഗം, ആ ഒരു തരത്തിലുള്ള മീനിങ് ആണ്. അപ്പോൾ ഫ്രോഡ് എന്ന് തന്നെയുള്ള വാക്കി നമുക്കത് ആ ഒരു അർത്ഥം ക്ലിയർ അല്ലേ? കറപ്ഷൻ, ഫ്രോഡ്. അപ്പോൾ ഫ്രോഡുലൻസിൻ്റെ സിനോണിം എന്താണ്? കറപ്ഷൻ, അല്ലെങ്കിൽ മീനിങ് എന്താ? ചതി പ്രയോഗം. അടുത്ത സിനോണിം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിം ആണ് കേട്ടോ നെക്സ്റ്റ് വൺ. അതായത് ക്ലാൻഡസ്റ്റിൻ. ക്ലാൻഡസ്റ്റിൻ്റെ സിനോണിം എന്ന് പറയുന്നത് സീക്രറ്റ് ആണ് കേട്ടോ. സീക്രറ്റിനെയാണ് നമ്മൾ ക്ലാൻഡസ്റ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. അതായത് ക്ലാൻഡസ്റ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ആലോചിക്കാം കേട്ടോ, നമ്മുടെ അല്ലേ. അതേപോലെ നമുക്ക് ഇൻറ്റസ്റ്റൈൻ ആലോചിക്കാം. ഇൻറ്റസ്റ്റൈൻ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ വയറിനകത്ത്. വളരെ എന്താ പറയുക, ഭയങ്കര ലോങ് ആയിട്ടുള്ള ഇൻറ്റസ്റ്റൈൻ വളരെ സീക്രറ്റായിട്ട് പൊതിഞ്ഞ് നമ്മുടെ വയറിനകത്ത് ഇരിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാൻഡസ്റ്റൈൻ്റെ സിനോണിം എന്താണ്? സീക്രറ്റ്. അടുത്ത് നോക്കാം ഫ്രിവലസ്. ഫ്രിവലസിൻ്റെ സിനോണിം എന്ന് പറയുന്നത് സില്ലി. സില്ലി എന്ന് പറഞ്ഞാൽ എന്താ? ബാലിശമായ അല്ലെങ്കിൽ ലഘുവായ ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രിവലസ് നമുക്ക് എങ്ങനെ ഓർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രിവലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രീ എന്ന് ആലോചിക്കുക. ഫ്രിവലസിനകത്ത് ഫ്രീ. ഓക്കെ, എന്ത് സാധനവും നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെത്തിരി എന്താ പറയുക, സില്ലി ആയിട്ടൊക്കെ കാണാറില്ലേ. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രിവലസിൻ്റെ സിനോണിം എന്താണ്? സില്ലി, അതായത് ബാലിശമായ, ലഘുവായ. അടുത്ത സിനോണിം നോക്കാം. ബെലിജറൻറ്റ്. ബെലിജറൻ്റെ സിനോണിം എന്ന് പറഞ്ഞാൽ എഗ്രസീവ് ആണ്. എഗ്രസീവ് അല്ലെങ്കിൽ ബെലിജറൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കുന്ന, എഗ്രസീവ് ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ എഗ്രസീവിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ സിനോണിം എന്താണ്? ബെലിജറൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ചോളൂ. ബെലിജറൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബലി കൊടുക്കുക എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. ജസ്റ്റ് ബലി കൊടുക്കുക, അതൊക്കെ ഭയങ്കര എഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ആക്രമിക്കുന്ന ആ ഒരു തരത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം. എഗ്രവേറ്റ് ആണ്. എഗ്രവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് വേഴ്സ്. എഗ്രവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് വേഴ്സ്, അതായത് വഷളാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ എഗ്രവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. അതായത് എഗ്രവേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വെയിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. ഒരുപാട് നേരം നമ്മളൊരാളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതിയൊക്കെ ഇത്തിരി വഷളാവും എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഗ്രവേറ്റിൻ്റെ മീനിങ് എന്താ? ടു മേക്ക് വേഴ്സ്. അടുത്ത് നോക്കാം. പ്ലിത്തോറ. പ്ലിത്തോറയുടെ സിനോണിം എന്താ? അബണ്ടൻസ് ആണ് കേട്ടോ. എന്താ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ധാരാളമായിട്ടുള്ള ആ ഒരു മീനിങ് അല്ലേ. അപ്പോൾ പ്ലിത്തോറ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യവും PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ. ഇതൊന്ന് ഞാൻ കണക്ട് ചെയ്ത് തരാം. അതായത് പ്ലിത്തോറ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തുറക്കൂ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു വാതിലൊക്കെ തുറന്നു കഴിയുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് എന്തോ ഒരു സാധനം കണ്ടു, അതായത് ഇപ്പോൾ വല്ല സ്വർണ്ണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ധാരാളമായിട്ട് കണ്ടു എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അടുത്ത് നോക്കാം. ഡെമീനർ. ഡെമീനറിൻ്റെ സിനോണിം എന്താണ്? ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാലോ, പെരുമാറ്റം അല്ലേ. അപ്പോൾ ഡെമീനർ ബിഹേവിയർ ആണ് കേട്ടോ.
അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ. രണ്ടും ഡെമീനർ, ബിഹേവിയർ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ. അടുത്തത് നോക്കാം. ഫ്രൂഗൽ. ഫ്രൂഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഞ്ചി എന്നാണ് അർത്ഥം. ഫ്രൂഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഞ്ചി, വളരെ സ്റ്റിഞ്ചി ആയിട്ടുള്ള ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്തിരി പിശുക്കുള്ള അല്ലേ, ആ ഒരു മീനിങ് അല്ലേ വരുന്നത്, സ്റ്റിഞ്ചി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. ഫ്രൂഗൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗാൽ എടുക്കുക കേട്ടോ, അതായത് ഗേൾസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഗേൾസൊക്കെ കുറച്ച് പിശുക്കുള്ള ആൾക്കാരാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ, അതായത് സ്റ്റിഞ്ചി. ഓക്കെ, അപ്പോൾ ഫ്രൂഗലിൻ്റെ സിനോണിം എന്താണ്? സ്റ്റിഞ്ചി, അതായത് പിശുക്കുള്ളത്. അടുത്ത് നോക്കാം ഡിസ്മലിൻ്റെ സിനോണിം എന്ന് പറയുന്നത് ഗ്ലൂമി എന്നാണ് കേട്ടോ. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ എന്താ? ശോകമുഖമായിട്ടുള്ള ആ ഒരു മീനിങ് കേട്ടോ. അപ്പോൾ ഡിസ്മലിൻ്റെ സിനോണിം എന്താണ്? ഗ്ലൂമി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഡിസ്മൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദിസ് സ്മോൾ എന്ന് ആലോചിക്കുക, ഇത്രയും ചെറുതാണെന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ഒരാൾ ഇത്രയും ചെറുതാണ്, വലുതാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഡിസ്മലിൻ്റെ സിനോണിം എന്താണ്? ഗ്ലൂമി, അതായത് ശോകമുഖമായ. അടുത്ത് നോക്കാം വാലറിൻ്റെ സിനോണിം കറേജ് എന്നുള്ളതാണ്. വാലറിൻ്റെ സിനോണിം എന്താണ്? കറേജ്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വാനും ലോറിയും എന്ന് ആലോചിക്കുക കേട്ടോ. വാനും ലോറിയും. അപ്പോൾ വാനും ലോറിയൊക്കെ ഇത്തിരി ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് അല്ലേ, അതൊക്കെ ഓടിക്കണമെങ്കിൽ നല്ല കറേജ് വേണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ വാലറിൻ്റെ സിനോണിം എന്താണ്? കറേജ്. അടുത്ത് നോക്കാം റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിൻവാങ്ങുക, വിത്ഡ്രോ അല്ലേ. റിട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ഡ്രോ, അതായത് പിൻവാങ്ങുക. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ട്രീറ്റ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്യും, പിൻവാങ്ങും അല്ലേ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. അപ്പോൾ റിട്രീറ്റിൻ്റെ സിനോണിം എന്താണ്? വിത്ഡ്രോ. അടുത്ത് നോക്കാം എന്ത്രാളാണ്. എന്ത്രാളിൻ്റെ സിനോണിം എന്താ? ഫാസിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധീനിക്കുക അല്ലെങ്കിൽ വശീകരിക്കുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് എന്ത്രാളിൻ്റെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതായത് എന്ത്രാൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഓൾ എടുക്കാം. എന്ത്രാൾ, അതിനകത്ത് ALL ഓൾ എടുക്കാം കേട്ടോ. അതായത് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഫാസിനേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സ്വാധീനിക്കുക, വശീകരിക്കുക. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം, തെറ്റിക്കരുതേ. എന്ത്രാളിൻ്റെ സിനോണിം എന്താണ്? ഫാസിനേറ്റ് ആണ്. നോക്കാം ഇറോനിയസിൻ്റെ സിനോണിം എന്താ? തെറ്റായ, അതായത് ഇൻകറക്റ്റ് എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇറോനിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ ഉണ്ട് എന്താ? എറർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ അല്ലേ. ഇറോനിയസ് സ്പെല്ലിംഗ് ഏതാണ്ട് അതുപോലെയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ തെറ്റായ, റോങ് എന്നുള്ള രീതിയിൽ നമുക്ക് അത് ആലോചിക്കാൻ പറ്റും. അടുത്ത് നോക്കാം മഡിലിൻ്റെ സിനോണിം എന്ന് പറയുന്നത് കൺഫ്യൂസ് എന്നാണ്. എന്താണ്? മഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. മഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മഡിൽ എന്ന് ആലോചിക്കുക കേട്ടോ. നമ്മുടെ മഡില്ലേ, ചെളി, ആ ഒരു തരത്തിൽ ആലോചിക്കുക. അപ്പോൾ ഈ ചെളി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ മഡിലിൻ്റെ സിനോണിം എന്താണ്? കൺഫ്യൂസ്. അടുത്ത വേർഡ് നോക്കാം. ആംപിൾ ആണ്. ആംപിൾ എന്ന് പറഞ്ഞാൽ എന്താ? മിക്കവർക്കും അറിയായിരിക്കും. സ്പേഷ്യസ് അല്ലെങ്കിൽ പ്ലെൻറ്റിഫുൾ, ആ ഒരു മീനിങ് ആണ് ആംപിളിൻ്റെ. ആംപിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്പേഷ്യസ്, ധാരാളമായിട്ട്. ഓക്കെ, അതായത് സ്പേഷ്യസ്, പ്ലെൻറ്റിഫുൾ എന്നുള്ളൊരു മീനിങ് ആണ് ആംപിൾ. അടുത്ത സിനോണിം നോക്കാം. കിൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇഗ്നൈറ്റ് ആണ്. ഇഗ്നൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ജ്വലിപ്പിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കിൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിൻഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാൻഡിൽ ആലോചിച്ചോ. ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കത്തിക്കാൻ വേണ്ടി, ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അങ്ങനെ നമുക്കൊന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ കിൻഡിലിൻ്റെ സിനോണിം എന്താ? ടു ഇഗ്നൈറ്റ്. അടുത്ത് നോക്കാം മേർത്തിൻ്റെ സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആണ് കേട്ടോ. മെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാപ്പിനെസ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? മെർത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം കയറി വരുന്നത്? ബർത്ത് എന്നൊക്കെ വരും അല്ലേ. ബർത്ത്, അതായത് ജനനം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ജനിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സിനോണിം. അതായത് മെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ്, വളരെ സന്തോഷം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഈ വൊക്കാബുലറി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഈ സിനോണിംസ്, ആൻറ്റോണിംസ് ഒക്കെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ ഈ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ SCRTയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇത് ഈ ഒരു തരത്തിൽ തന്നെയായിരിക്കണം നമ്മൾ പഠിച്ചു പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എല്ലാം ഓർക്കുന്ന രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യുക. അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.